ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗോതമ്പ് വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് ഗോതമ്പ് പൊടി, 2 കപ്പ് ശർക്കര ചീകിയത്, 1/2 കപ്പ് വെള്ളം, 4 ചെറിയ പഴം, 2 ടേബിൾ സ്പൂൺ നെയ്യ്, തേങ്ങാക്കൊത്ത് 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 4 ഏലക്കായുടെ പൊടി, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ആദ്യം ഈ ശർക്കര ഒന്ന് പാനിയാക്കാം. വെള്ളം, മേളിൽ നിന്ന് ഈ അഴുക്കെല്ലാം മാറ്റിയെടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഈ ശർക്കര പാനി ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചിങ്ങെടുക്കാം. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ പഴം ഒന്നൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. പാളയംകുടം പഴം യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ പഴമെല്ലാം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഈ ഗോതമ്പ് പൊടിക്കകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ശർക്കര പാനി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ പഴം അരച്ചതും കൂടെ ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ നല്ല തിക്കാണ്. ഇനി അകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് ലൂസാക്കിയെടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒത്തിരി ടൈറ്റും എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്ത തരം ബാറ്റർ വേണം നമുക്കിതിന് വേണ്ടി. ഈ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്, ശർക്കര പാനി കൂടാതെ. ഇനി നമുക്കിതിനകത്തോട്ട് ഏലക്കാപ്പൊടി, ബേക്കിംഗ് പൗഡർ, ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഉരുക്കിയെടുക്കാം. ഈ തേങ്ങാക്കൊത്തൊന്ന് ഈ നെയ്ക്കകത്ത് വറുത്തെടുക്കാം. ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ഈ തേങ്ങാക്കൊത്തൊക്കെ ചൂടാറിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. അതുപോലെ തന്നെ എള്ളും മിക്സ് ചെയ്യാം. ഉണ്ണിയപ്പത്തിൻ്റെ ഈ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തോട്ട് ബാറ്റർ ഒഴിക്കാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്ക് ഇതിനെ തിരിച്ചിടാം. നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട് സൈഡ് കരിഞ്ഞു പോകും, അകത്ത് വേകാതെ വരും. ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പം ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എടുക്കാം. ബാക്കിയുള്ള ബാറ്റർ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 32 ഉണ്ണിയപ്പം എനിക്ക് ബാറ്റർ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റി. താങ്ക് യു ഫോർ വാച്ചിങ്. ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്.